കുടുംബ കാഴ്ചകളിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. കടന്നുപോയ ആഴ്ചയിൽ പങ്കുവച്ച ചിന്ത നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. ദൈവമാണ് ഭാര്യാഭർത്താക്കന്മാരെ കൂട്ടിച്ചേർത്തതെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന പരസ്പര വിശുദ്ധീകരണത്തിലേക്കും കുടുംബത്തിൻ്റെ ഒന്നാകെയുള്ള വിശുദ്ധീകരണത്തിലേക്കും അവരുടെ ശ്രദ്ധ പോകണമെന്നാണ് നാം കണ്ടത്. ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയെയും വിശുദ്ധീകരിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അത്തരത്തിൽ ഭാര്യാഭർത്താക്കന്മാർ പരസ്പരമുള്ള വിശുദ്ധീകരണത്തിൽ ശ്രദ്ധിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അന്യോന്യം അവർ ദൈവാനുഗ്രഹമായി കാണുക എന്നത്. അങ്ങനെ ജീവിത പങ്കാളിയെ ദൈവാനുഗ്രഹമായി കാണുന്ന ഒരു കുടുംബനാഥനെ നാം തുടർന്ന് പരിചയപ്പെടാൻ പോവുകയാണ്. ആ ദൃശ്യത്തിലേക്ക് നിങ്ങൾക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. മോനെ, നീ എന്തുട്ടാ പറയണേ? നിനക്ക് വേണ്ടടാ അവളെ. നീ അവളെ ഉപേക്ഷിച്ചേക്ക്. എന്റെ മോൻ എന്തിനാ ജീവിതം പാഴാക്കണേ? കൂട്ടുകാരൻ എന്ന നിലയ്ക്ക് ഞാൻ പറയാനുള്ളത് പറയും. ലൈഫ് വെറുതെ കോഞ്ഞാട്ടെ ആക്കണ്ട. നീ ലീഗിൽ ഇപ്പൊ ഇത് വളരെ വാല്യൂഡാ. നീ വളരെ ചെറുപ്പാണ്. അവളെ വേണ്ടാന്ന് വെക്കടി. അതായിരിക്കും നിനക്ക് നല്ലത്. ശരിയാ ജോയിച്ചായൻ എന്നെ ഉപേക്ഷിച്ചേക്ക്. എന്തിനാ എനിക്ക് വേണ്ടി ഇങ്ങനെ? ഏയ് വേണ്ട.
എന്താ ഇങ്ങനെ നോക്കണേ? ഞാനൊരു കാര്യം തീരുമാനിച്ചു. ആര് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഈ അസുഖത്തിന്റെ പേരിൽ എനിക്ക് നിന്നെ ഉപേക്ഷിക്കാൻ പറ്റില്ല. ഞാനത് കർത്താവിനോടുത്ത വാക്കാ. അതെനിക്ക് തെറ്റിക്കാൻ പറ്റില്ല. നീ എന്നും എന്റെ ഭാര്യയായിരിക്കും, മരണം വരെ. ആരോഗ്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ജീവിച്ചു കൊള്ളാമെന്ന്. എത്രമാത്രം ഉദാത്തമായ മാതൃക! ഇത്തരത്തിലുള്ള മാതൃകകളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വിവാഹത്തിലേക്ക് പോകുമ്പോൾ അനുകരിക്കാൻ തക്ക വിധം നമുക്ക് കൊടുക്കാൻ സാധിക്കേണ്ടത്. ഇതിനോട് ചേർത്ത് കടന്നുപോയ ദിവസം എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഒരു ഭാര്യയും ഭർത്താവും പ്രശ്നവുമായി എൻ്റെ അടുത്തേക്ക് വന്നു. അവരെ ഒന്നിച്ചിരുത്തിയാണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത്. ഞാനിപ്പോഴും ഓർക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര വലിയ കുറ്റാരോപണമാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. ഒന്നിച്ചിരുത്തുക ബുദ്ധിയല്ല എന്ന് ഞാൻ മനസ്സിലാക്കി അവരെ വേറെ കേൾക്കാൻ തുടങ്ങി. അവരുടെ അഭിപ്രായം അനുസരിച്ച് ഓരോരുത്തരെ ഞാൻ വിളിച്ചു. രണ്ടുപേരുടെയും കാര്യങ്ങൾ വെവ്വേറെ കേട്ട ശേഷം ഒന്നിച്ച് അവരെ വീണ്ടും ഞാൻ ഇരുത്തി. അപ്പോഴും ആ കടിപിടി കൂടുന്ന ശൈലി അവർ മാറ്റിയിരുന്നില്ല. എന്തോ കാര്യം കുടുംബനാഥ പറഞ്ഞപ്പോൾ കുടുംബനാഥൻ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു. എന്നിട്ട് ആ കുടുംബനാഥൻ ആ ഭാര്യയോടും എന്നോടുമായി ചോദിച്ച കാര്യം ഇതാണ്: ഇവളെ കെട്ടിയത് ഞാനല്ലേ? ഞാൻ പറയുന്നതല്ലേ അവൾ കേൾക്കേണ്ടത്? ഈ ഒരു സന്ദർഭം മുതലാക്കി വിവാഹ ജീവിതം നയിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരോട് ഞാൻ ചോദിക്കുകയാണ്, വിവാഹത്തിൽ കെട്ടുന്നതാരാണ്? ഭർത്താവാണ് കെട്ടുന്നത് എന്ന് പൊതുവിൽ ചിന്തിക്കുന്നെങ്കിലും വിവാഹ കർമ്മത്തിൻ്റെ പ്രാർത്ഥനകളിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു, യഥാർത്ഥത്തിൽ കെട്ടുന്നത് ഭർത്താവല്ല. സീറോ മലബാർ വിവാഹ ക്രമത്തിൻ്റെ ആശീർവാദ പ്രാർത്ഥനയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ തിരിക്കുകയാണ്. അവിടെ ഇപ്രകാരം നാം കാണുകയാണ്: അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടെ കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. ഈ വിവാഹ കർമാനുഷ്ഠാനത്തിൽ ഏതാണ്ട് 4 സ്ഥലത്ത് കെട്ടുക എന്നതിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന പദം ബന്ധിക്കുക എന്നാണ്. കെട്ടുക എന്ന് പറയുമ്പോൾ എന്തുദ്ദേശിക്കുന്നോ അതതിൻ്റെ പൂർണ്ണതയിൽ ബന്ധിക്കുക എന്ന പദം ഉപയോഗിക്കുമ്പോൾ വ്യക്തമാവുകയാണ്. എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരെ കെട്ടുന്നത് അഥവാ ബന്ധിക്കുന്നത് കർത്താവ് ഈശോ മിശിഹായ. എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് ഭർത്താവിനെ കൊടുക്കുന്നതും ഭർത്താവിന് ഭാര്യയെ കൊടുക്കുന്നതും അവരിരുവരെയും ഒന്നാക്കി തീർക്കുന്നതും ദൈവമാണ്. അതുകൊണ്ട് ഇനി ഒരു ഭർത്താവോ ഒരു ഭാര്യയോ പരസ്പരം നോക്കിയിട്ട് പറയരുത് നിന്നെ കെട്ടിയത് ഞാനാണെന്ന്. അതിന് പകരം അവർ പറയേണ്ടത് ഇതാണ്: നമ്മളെ കെട്ടിയത് ദൈവമാണ്. ഇനി ഇവിടെ വലിയൊരു കാര്യമുണ്ട്. അത് ഈ ആശീർവാദ പ്രാർത്ഥനയിൽ വ്യക്തമാണ്. ഇവരെ കെട്ടിയിട്ട് അനാഥരായി ദൈവം വിട്ടുകളയുകയല്ല, പിന്നെയോ ഈ കെട്ടുന്ന ദൈവം അവരുടെ മധ്യേ അവരുടെ ശക്തിക്കായി കൂടെയുണ്ട്.
എന്താ നമ്മൾ ആരംഭത്തിൽ കണ്ടത്? അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഭാര്യാഭർത്താക്കന്മാരെ ഒന്നാക്കി ബന്ധിക്കുന്ന ദൈവം അവരെ നിരന്തരം ശക്തിപ്പെടുത്താൻ കൂടെ മധ്യത്തിൽ നിൽക്കുകയാണ്. ഇതാണ് ഫുൾട്ടൻ ജേഷീൻ്റെ 3 to get married. വിവാഹത്തിൽ ബന്ധിതരായിത്തീരുന്നത് 2 പേരല്ല, ഭാര്യാഭർത്താക്കന്മാർ മാത്രമല്ല, അവിടെ 3 പേര് ബന്ധിതരായിത്തീരുന്നു. ഇവരുടെ മധ്യേ ദൈവവും കെട്ടപ്പെട്ടവനായി ഇവർക്ക് കൃപ നൽകാൻ അവിടെയുണ്ട്. ഇത്തരത്തിൽ വിവാഹത്തിലൂടെ ദൈവം ഭർത്താവിന് ഭാര്യയ്ക്ക് ജീവിത പങ്കാളിയെ കൊടുക്കുമ്പോൾ ആ പങ്കാളിയെ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ആ പങ്കാളി മുമ്പോട്ട് പോകുന്നില്ല എന്ന് കണ്ട് വഴിയോരത്ത് ഉപേക്ഷിച്ച് പോരാൻ പറ്റുമോ? ഇന്നെൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഭാര്യാഭർത്തൃ ബന്ധത്തിലും കമ്പോള ചിന്ത കടന്നു വരുന്നുണ്ട്. കമ്പോള ചിന്ത എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഒരു വസ്തുവിനോടുള്ള അല്ലെ ഒരു സാധനത്തോടുള്ള ബന്ധമെന്ന് പറയുന്നത് അതിൻ്റെ ഉപയോഗത്തിനനുസരിച്ചാണ്. നമ്മൾ ചന്തയിൽ പോയി ഇഷ്ടമുള്ള സാധനമാണ് വാങ്ങിക്കുന്നത്. മീൻ ചന്തയിൽ പോയി നമുക്ക് എത്ര കണ്ട് ആ മീൻ ഉപകരിക്കും അതിനനുസരിച്ച് തിരഞ്ഞെടുത്ത് വാങ്ങിക്കുകയാണ്. ഇന്ന് ആളുകൾക്ക് പുതുമയിലേക്ക് ഒരു വാഞ്ചയുണ്ട്. പണ്ട് ഞാൻ വാങ്ങിച്ചിരുന്ന സാധനങ്ങൾ ഇപ്പോൾ എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് തൃപ്തി തരുന്നില്ലെങ്കിൽ ഞാൻ പുതിയ സാധനങ്ങളിലേക്ക് പോകണം. ഭാര്യാഭർത്തൃ ബന്ധത്തിലും ഇത് കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ് പണ്ട് എനിക്ക് തന്നിരുന്ന സംതൃപ്തി, സന്തോഷം ഇന്ന് നൽകുന്നില്ലെങ്കിൽ ആ ഭർത്താവിനോട്, ഭാര്യയോട് എനിക്ക് ബന്ധക്കുറവ് തോന്നുന്നു. ഒരു പരിധിവരെ ചിലരെ വിവാഹത്തിൻ്റെ അവിശ്വസ്തതയിലേക്ക് ഇന്ന് ഇക്കാര്യം നയിക്കുന്നുണ്ട് എന്നത് വേദനാജനകമായ സംഗതിയാണ്. അപ്പോൾ ഭാര്യാഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ പരസ്പരം ഉപേക്ഷിക്കാൻ തക്കവിധം ലൗകികമായ എത്ര തടസ്സങ്ങളുണ്ടായാലും അവർക്ക് അന്യോന്യം മറക്കാനോ ഉപേക്ഷിക്കാനോ സാധിക്കില്ല. കാരണം അവരെ പരസ്പരം കൂട്ടിച്ചേർത്തതും പങ്കാളിയുടെ കയ്യിലേക്ക് ഭാര്യയെ ഭർത്താവിന് നൽകിയതും ദൈവമാണ്. ഇത് പറയുമ്പോൾ എൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ച് ഞാൻ ഓർമ്മിക്കും. എനിക്കെൻ്റെ പൗരോഹിത്യം ഉപേക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഉപേക്ഷിച്ചാൽ കുടുംബജീവിതം നയിക്കുന്ന നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തും. എന്നിട്ട് നിങ്ങൾ എന്തോ ആണ് എന്നോട് ചോദിക്കുക, അച്ഛൻ എന്തിനാ ഇത് ഉപേക്ഷിച്ചത്? ഞങ്ങൾക്ക് കിട്ടാത്ത ഒരനുഗ്രഹം അച്ഛന് ദൈവം നൽകിയതല്ലേ. അത്തരത്തിൽ അനുഗ്രഹം ദൈവം നൽകിയപ്പോൾ അച്ഛന് ആ പൗരോഹിത്യ ജീവിതത്തിൽ നിന്നും പ്രതീക്ഷിച്ച സന്തോഷം, സംതൃപ്തി കിട്ടാതെ വന്നപ്പോൾ വിട്ടുപേക്ഷിച്ചത് ശരിയല്ലല്ലോ അച്ഛോ എന്നല്ലേ പറയുക. അപ്പോൾ എനിക്കെൻ്റെ പൗരോഹിത്യം എനിക്ക് ഇഷ്ടക്കേട് തോന്നിയത് കൊണ്ട് എവിടെയെങ്കിലും ഉപേക്ഷിച്ച് കളയാൻ പറ്റാത്തതുപോലെ തന്നെ ഭാര്യയ്ക്ക് ഭർത്താവിനെ, ഭർത്താവിന് ഭാര്യയെ ഉപേക്ഷിച്ച് കളയാൻ പറ്റുകയില്ല. ഇവിടെ വിവാഹിതരായ ആളുകളോട് വ്യക്തമായി ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ജീവിത പങ്കാളിയെ തന്നതാരാണ്? ഉത്തരത്തിന് വേണ്ടി നമ്മൾ എങ്ങും പരതേണ്ട ആവശ്യമില്ല. ഭർത്താവിന് ഭാര്യയെയും ഭാര്യയ്ക്ക് ഭർത്താവിനെയും നൽകിയത് ദൈവമാണ്. ഈ വിവാഹ കർമാനുഷ്ഠാനത്തോട് ബന്ധപ്പെട്ട് പള്ളികളിൽ വായിക്കുന്ന ഒരു സുവിശേഷ ഭാഗമുണ്ട്. അത് മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 6 തുടങ്ങിയ വാക്യങ്ങളാണ്. അതിലെ 7-ാം വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, അവരിരുവരും ഒരു ശരീരമായി തീരുന്നു എന്നതിൻ്റെ അർത്ഥം എന്താ? ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധയും കരുതലും കൊടുക്കുന്നത് തൻ്റെ തന്നെ ശരീരത്തിനാണ്. ഇനിമേൽ നിങ്ങൾ 2 അല്ല 1 ശരീരമാകുന്നു എന്ന് ഭാര്യാഭർത്താക്കന്മാരോട് വചനത്തിലൂടെ ദൈവം പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എൻ്റെ പ്രിയ മകനെ, നീ ഏറ്റവും കൂടുതൽ കരുതൽ, എൻ്റെ പ്രിയ മകളെ, നീ ഏറ്റവും കൂടുതൽ കരുതൽ കൊടുക്കുന്നത് നിൻ്റെ ശരീരത്തിനാണെങ്കിൽ ഞാൻ നിന്നോട് പറയുന്നു, നിൻ്റെ ജീവിത പങ്കാളി ഇന്നു മുതൽ നിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്
എന്ന് പറഞ്ഞാൽ നീ എത്ര കണ്ട് നിൻ്റെ ശരീരത്തിന് കരുതലും സ്നേഹവും കൊടുക്കുന്നുവോ അത്രമാത്രം കരുതലും സ്നേഹവും നിൻ്റെ ജീവിത പങ്കാളിക്ക് കൊടുക്കണമെന്നാണ്. ഞാനിപ്പോൾ ഈ ഒരു ശുശ്രൂഷ കഴിഞ്ഞിട്ട് പോകുന്ന വഴി ഒന്ന് തെന്നി വീണു എന്ന് വിചാരിക്കുക, എൻ്റെ കൈക്കൊരു ഒടിവ് പറ്റിയെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു ഒടിവ് പറ്റിയ ശേഷം ആശുപത്രിയിൽ പോയി കഴിയുമ്പോൾ ഡോക്ടർ വേണ്ടതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എന്നോട് എന്ത് പറയും? അച്ഛാ, കൈ ഒന്ന് ശ്രദ്ധിച്ചോണം എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിലെ ഒരവയവത്തിനൊരു കുറവുണ്ടായപ്പോൾ എൻ്റെ ശ്രദ്ധ മുഴുവൻ ഇനിയും അവിടെ ആയിരിക്കണം. ഭാര്യ ഭർത്താക്കന്മാർ ഈ ഒരു ചിന്ത മനസ്സിൽ കരുതലോടെ വയ്ക്കണം. നിൻ്റെ ഭാര്യ, നിൻ്റെ ഭർത്താവ് നിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ നിൻ്റെ ഭർത്താവിനോ ഭാര്യയ്ക്കോ ജീവിതത്തിൻ്റെ വഴിയാത്രയിൽ ഒരു കുറവ് സംഭവിച്ചാൽ നീ ആ ആളിന് കൂടുതൽ കരുതൽ കൊടുക്കാനാണ്. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പണ്ട് വൈകല്യമുള്ള, ബുദ്ധിമാന്യമുള്ള കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കുടുംബത്തിലെ മാതാപിതാക്കളും മുതിർന്നവരും ഒക്കെ ആ വ്യക്തിക്ക് കൂടുതൽ കരുതലും സ്നേഹവും കൊടുക്കില്ലായിരുന്നു. കാരണം എന്താ? മറ്റാളുകളെ പോലെ അല്ല ആ വ്യക്തിക്കൊരു കുറവുണ്ട്. വിവാഹ ജീവിതത്തിലൂടെ, കുടുംബജീവിതത്തിലൂടെ നീ മുമ്പോട്ട് പോകുമ്പോൾ നിൻ്റെ ജീവിത പങ്കാളിക്കൊരു കുറവുണ്ടായി എന്ന് കണ്ടാൽ അത് ആ ജീവിത പങ്കാളിയെ ഉപേക്ഷിക്കാനല്ല, പിന്നെയോ കൂടുതൽ സ്നേഹത്തോടെ ആ വ്യക്തിയെ കരുതാനാണ്. ഇത് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൻ്റെ പാഠമാകണം എൻ്റെ പ്രിയ സഹോദരങ്ങളെ. ഞാനിത് പറയുമ്പോൾ ഒരു സംഭവം ഓർക്കും. ഇതൊരു പ്രശ്നമായിട്ടാണ് എൻ്റെ മുൻപിലേക്ക് കൊണ്ടുവന്നത്. ഈ പറയുന്ന കുടുംബനാഥൻ്റെ മക്കൾ 3 പേരും വിദേശത്താണ്. ഈ മക്കളോടൊപ്പം ഈ കുടുംബനാഥൻ വിദേശത്തായിരുന്നു. അന്ന് വിദേശത്തായിരുന്നപ്പോൾ അവിടെ ഭാര്യയുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് അവിടെ വെച്ച് ഭാര്യയ്ക്ക് കലശലായ അസുഖം പിടിപെട്ടത്. നല്ല വൈദ്യശാസ്ത്ര രംഗത്തെ ശ്രദ്ധ ഈ ഭാര്യയ്ക്ക് കൊടുക്കണമെന്നുള്ള താല്പര്യം ഭർത്താവിനുണ്ടായിരുന്നു. ഇവരുടെ പരമാവധി പണം വിനിയോഗിച്ചുകൊണ്ട് ആ ഒരു കരുതൽ കൊടുത്തു. എന്നാലും ഭാര്യ മരിച്ചു. നാട്ടിൽ വന്നാണ് ഈ കുടുംബനാഥയുടെ മൃതസംസ്കാര ശുശ്രൂഷകളെല്ലാം നടത്തിയത്. ഈ ഭർത്താവും മക്കളും എല്ലാം അക്കാര്യത്തിന് അവിടെ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് മക്കൾ അവരുടെ ജോലിക്ക് വേണ്ടിയിട്ട് വിദേശത്തേക്ക് പോയി. മക്കൾ ഒത്തിരി നിർബന്ധിച്ചു ഈ പപ്പായെ തങ്ങളോടൊപ്പം തിരിച്ച് വിദേശത്തേക്ക് കൊണ്ടുപോകാൻ. അദ്ദേഹം പറഞ്ഞു, തൽക്കാലം ഞാനിവിടെ നിൽക്കാം, പിന്നെ കാര്യം പറയാം. ഈ മക്കൾ ഈ പ്രാവശ്യം അവധിക്ക് വന്നപ്പോൾ എന്നോട് പറഞ്ഞു പരിഭവം, അച്ഛാ, പപ്പ ഞങ്ങളുടെ കൂടെ വരാൻ തയ്യാറാകുന്നില്ല, നാട്ടിൽ ജീവിച്ചോളാം എന്നാണ് പറയുന്നത്. ഞാൻ ഈ കുടുംബനാഥനോട് ചോദിച്ചു, ഇവർ പറയുന്നത് ശരിയല്ലേ? അവരോടൊപ്പം വിദേശത്തേക്ക് പോകാൻ മേലേ? ഈ കുടുംബനാഥൻ അപ്പോൾ കണ്ണു നിറഞ്ഞെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛാ, എൻ്റെ ലീലാമ്മ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ ഞാൻ എങ്ങനെയാ അവളെ മറന്ന് എൻ്റെ മക്കളുടെ കൂടെ പോണത്? എനിക്ക് പറ്റില്ല അച്ഛാ. ഞാൻ ഈ കുടുംബനാഥനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ കുടുംബനാഥയുടെ മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് ശേഷം എല്ലാ ദിവസവും കുർബാനയ്ക്ക് വന്ന് ഈ കല്ലറയ്ക്ക് മുൻപിൽ മുട്ടുകുത്തി മെഴുകുതിരി കത്തിച്ച് ഇയാൾ പ്രാർത്ഥിക്കും. ഞാനൊരു ദിവസം ഈ കുടുംബനാഥനോട് ചോദിച്ചു, ഇതെന്നാ പ്രാർത്ഥിക്കുന്നത്? എന്നോട് പറഞ്ഞു, അച്ഛാ, അവൾ മരിച്ചെങ്കിലും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഒരു ആത്മീയ തലത്തിലേക്ക് ഇപ്പോൾ ഉയർന്നിരിക്കുക. ഞാൻ എന്നും വന്ന് അവളോട് പ്രാർത്ഥിക്കുന്നു, എന്നും വന്ന് എൻ്റെ മക്കളെ സമർപ്പിച്ച്, കൊച്ചുമക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവൾ എന്നോട് സംസാരിക്കുന്നുണ്ട് അച്ഛാ, എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട് അച്ഛാ. അതുകൊണ്ട് അവളെ വിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. ഭാര്യാഭർത്തൃ ബന്ധം ലൗകികമായ തലത്തിൽ നിന്ന് അലൗകികമായ തലത്തിലേക്ക് ഉയരണം. ഭാര്യാഭർത്തൃ ബന്ധവും കുടുംബജീവിതവും സ്വർഗസമാനമാണെന്ന് നമ്മൾ പറയുമ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് അതിന് പിന്നിൽ വരികയാണ്. അതുകൊണ്ട് ഞാൻ പറയും, ഭാര്യാഭർത്തൃ ബന്ധമെന്ന് പറയുന്നത് ഇഹലോകം കൊണ്ട് തീരേണ്ടതല്ല, അതിനപ്പുറത്ത് ഒരു ആത്മീയ തലത്തിലേക്ക് ഉയരണം.
ഇന്നു മുതൽ മരണം വരെ എന്ന് വചനത്തിൽ നാം കാണുന്നു. ഇന്നു മുതൽ മരണം വരെ അല്ല, മരണാനന്തര കാലം വരെ ഈ ഭർത്താവിന് ഭാര്യയ്ക്ക് തങ്ങളുടെ ബന്ധത്തെക്കുറിച്ചുള്ള വിശുദ്ധമായ സ്മരണ ഉണ്ടാവണം. വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒന്നും ജീവിത പങ്കാളിയെ ഉപേക്ഷിക്കാൻ പറ്റുകയില്ല എന്നത് സഭാപ്രമാണമാണ്, അത് ദൈവിക നിയമവുമാണ്. നമുക്കതുകൊണ്ട് ഇന്ന് ഇത്തരത്തിലുള്ള നല്ല കുടുംബ മാതൃകളെ ശ്രദ്ധിക്കുന്നതിനും അനുകരിക്കുന്നതിനും ശ്രദ്ധിക്കാം. നമുക്ക് മുമ്പിൽ അത്തരത്തിൽ അനുകരണീയമായ ഒത്തിരിയേറെ കുടുംബ മാതൃകകളുണ്ട്. ഈ എപ്പിസോഡിൻ്റെ ആരംഭത്തിൽ ഒരു ചിത്രീകരണം നാം കണ്ടു. ജീവിത പങ്കാളിയെ അനുഗ്രഹമായി കണ്ട് ആരൊക്കെ ദുഷ്പ്രേരണ നൽകിയാലും അവളെ ഉപേക്ഷിക്കുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വരുന്ന കുടുംബനാഥനെ. അതൊരു ചിത്രീകരണമായി നിങ്ങൾക്ക് തോന്നണ്ട. ഇന്ന് പച്ചയായ ജീവിതങ്ങളുണ്ട്. പങ്കാളിയെ അനുഗ്രഹമായി കാണുന്ന, പങ്കാളിയെ ദൈവം തന്നു എന്ന് ഉറപ്പോടെ വിശ്വസിച്ച് പങ്കാളിയുമായിട്ടുള്ള ബന്ധം അവസാന ശ്വാസം വരെ കൊണ്ടുപോകുന്ന ഒട്ടേറെ ജീവിത പങ്കാളികളെ നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായും ഇങ്ങനെയുള്ള ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ വരും കാലങ്ങളിൽ വിവാഹ ജീവിതത്തിലേക്ക് വരുന്ന മക്കൾക്ക്, യുവജനങ്ങൾക്ക് അനുകരണീയം തന്നെയാണ്. തുടർന്ന് നമുക്ക് പച്ചയായ ഒരു ജീവിതത്തിലേക്ക് പോകാം. കർത്താവാം യേശുവേ മർത്യ വിമോചക, നീയേകനൻ ഹൃദയാദിനാഥൻ, നീയേകനൻ ഹൃദയാദിനാഥൻ, നീ എൻ്റെ ജീവിത കേന്ദ്രമായി വാഴേണം, നീ ഒഴിഞ്ഞേതും എനിക്കു വേണ്ട, നീ ഒഴിഞ്ഞേതും എനിക്കു വേണ്ട, കർത്താവാം യേശുവേ മർത്യ വിമോചക. 1985 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ഞങ്ങൾക്കൊരു മോനുണ്ടായി. 86 89 രണ്ടാമത്തെ മോൻ ജനിച്ചു. അവൻ ജയ്മോൻ. 90 മോൻ ജനിച്ചു, ജിയോ. ഞങ്ങളങ്ങനെ സമാധാനമായി സന്തോഷമായി കുടുംബജീവിതം നയിച്ചുകൊണ്ട് പോവുമായിരുന്നു. കുട്ടികളും പഠിക്കുന്നുണ്ടായിരുന്നു. ചേട്ടൻ ജോലിക്ക് പോകുമ്പോൾ ജോലിക്ക് പോയി വൈകുന്നേരം വീട്ടിൽ വരും. അങ്ങനെ സന്തോഷമായി ജീവിച്ചൊക്കെ പോരുമായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം ചേട്ടന് 2008 പെട്ടെന്നൊരു ആക്സിഡൻ്റ് ഉണ്ടായി. വർക്ക്ഷോപ്പിൽ പണിക്ക് പോയപ്പോൾ അവിടെ മിക്സർ മെഷീൻ്റെ ഒരു വെയിറ്റ് വന്ന് തലയിൽ വീണ് ചേട്ടൻ കിടപ്പായി. ഞങ്ങൾ കല്യാണത്തിന് പ്രതിജ്ഞ എടുത്തത് ഒന്നിച്ച് ജീവിച്ചു കൊള്ളാമെന്നുള്ള പ്രതിജ്ഞയിൽ മരണം വരെ ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചു കൊള്ളാം, ഇനി അങ്ങനെ തന്നെ ജീവിക്കുകയുള്ളൂ, ദൈവത്തിൻ്റെ അനുഗ്രഹവും പ്രാർത്ഥനയും എപ്പോഴും ഞങ്ങളിലുണ്ടെന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. ഇനിയും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. സന്തോഷത്തോടെ സമാധാനത്തോടെ ഞങ്ങൾ ജീവിക്കും. ദൈവത്തിന് നന്ദി, ദൈവത്തിന് സ്തോത്രം. ഏപ്രിൽ 17 എനിക്ക് ഈ അപകടം സംഭവിച്ചത്. ഞാൻ ഒരു പെയിൻറ്ററാണ്, വണ്ടി പെയിൻറ്റർ. അങ്ങനെ വണ്ടി പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ വണ്ടിയുടെ ഒരു പാർട്സ് വന്ന് തലയിൽ വീണു. സ്പൈനൽ കോഡിന് കംപ്ലൈൻറ്റ് പറ്റി. അപ്പോൾ തന്നെ കഴുത്തിന് കീഴ്പോട്ട് കൈയും കാലൊക്കെ തളർന്നു പോയി. അതിനുശേഷം വർക്ക്ഷോപ്പിൽ നിന്ന് ആൾക്കാർ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മെഡിക്കൽ ടെസ്റ്റിൽ ഒരു 1.5 മാസം ചികിത്സ നടന്നു. കാര്യമായ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. അതിനുശേഷം സാൻജോ ഹോസ്പിറ്റലിൽ ഒരു 1.5 മാസം ഫിസിയോതെറാപ്പിയും
മെഡിസിനൊക്കെ ആയിട്ട് കഴിഞ്ഞു. അപ്പോൾ കുറേശ്ശെ വ്യത്യാസങ്ങൾ കയ്യിനും കാലിനും വന്നു. പിന്നീട് ഒരു 6 മാസം വീട്ടിൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ വിളിച്ച് വരുത്തി ഈ ഫിസിയോതെറാപ്പി ചെയ്തു. അങ്ങനെ പതുക്കെ ഒന്ന് പിടിച്ചെഴുന്നേറ്റ് ഇരിക്കാനൊരു ബാലൻസൊക്കെ കിട്ടി. എനിക്ക് ഈ അപകടം പറ്റുമ്പോൾ എൻ്റെ മക്കളെല്ലാം 3 പേരും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജീവിതം വളരെ കഷ്ടതയിൽ പോയിക്കൊണ്ടിരുന്ന കാലത്താണ് ഈ അപകടം സംഭവിച്ചത്. വീടിന് വലിയ ലോണും അതൊക്കെ ഉണ്ടായി. എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം, ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതേപോലെ ധ്യാനം കൂടിയതിന് ശേഷം മനസ്സിനൊരു ധൈര്യവും സന്തോഷമൊക്കെ വന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്കുണ്ടായ കുറേ കടങ്ങളൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം ഞങ്ങളുടെ കടങ്ങളൊക്കെ കുറേ വീടി. ഇപ്പം സമാധാനമായിട്ട് ഇവിടെ കിടക്കാനൊരു സന്ദർഭം ഉണ്ടാക്കി തന്നത് ദൈവം തമ്പുരാൻ തന്നെയാണ്. ദൈവത്തിൻ്റെ ഒരു കൈകൾ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്ന് എനിക്കിപ്പോൾ പൂർണ്ണ വിശ്വാസമായി. എൻ്റെ മക്കളാണ് ഈ 3 പേര് എന്നെ നല്ല രീതിയിൽ ശുശ്രൂഷിക്കാൻ നോക്കുകയും ചെയ്യുന്നുണ്ട്. ഭാര്യയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. അവൾക്ക് എന്നെ സ്നേഹിക്കാനും എന്നോട് സഹകരിക്കാനും എന്നെ സഹായിക്കാനൊക്കെയുള്ള നല്ല മനസ്സെൻ്റെ ഭാര്യയ്ക്കുണ്ട്. എനിക്ക് യാതൊരു കുഴപ്പമില്ല, സന്തോഷവാനായിട്ട് ഞാനിരിക്കുന്നു. അശൂരം പള്ളിയിലെ ഒരു എളിയ വിൻസെൻ്റ് പോൾ പ്രവർത്തകനാണ് ഞാൻ. എല്ലാ ആഴ്ചയിലും ഞായറാഴ്ചകളിലും അല്ലെങ്കിൽ പറ്റാവുന്ന സമയങ്ങളിൽ ഭവന സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഈ വീട്ടിൽ ആദ്യമായിട്ട് വരുന്നത്. ആദ്യമായി വരുന്ന സമയത്ത് ഈ ചേട്ടൻ വീണ് കിടക്കുന്നൊരവസ്ഥ, കട്ടിലിൽ കിടക്കുന്ന അവസ്ഥ കണ്ടിട്ട് വളരെ ദുഃഖം തോന്നിയിട്ടുണ്ട്. ആ അവസ്ഥയിൽ വളരെ നിരാശയും വിഷമമൊക്കെ ആയി കഴിയുന്ന ഈ ചേട്ടൻ്റെ അവസ്ഥയിൽ ഞങ്ങൾ അംഗങ്ങളെല്ലാവരും കൂട്ടത്തോടെ പ്രാർത്ഥിക്കുകയും ആവശ്യമായ ചെറിയ സഹായങ്ങൾ എല്ലാ ആഴ്ചയും എത്തിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ നീങ്ങി. ഇത്രയൊക്കെ പരിദേവനങ്ങളും ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായിട്ടും വളരെ സന്തോഷത്തോടെയാണ് ഫ്രാൻസിസിൻ്റെ ഭാര്യ ഈ സേവനങ്ങളൊക്കെ ചെയ്തിരുന്നത്. തീർച്ചയായും ഓരോ സേവനം ചെയ്യുമ്പോഴും തീർച്ചയായും ദൈവം അവരിലേക്ക് ഇറങ്ങി വരുന്നതായിട്ട് അവർക്ക് തോന്നിയതായി ഞങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഭവന സന്ദർശനവുമായി ബന്ധപ്പെട്ട് പല വീടുകളിലും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ വളരെ വിഷമത്തോടും ദുഃഖത്തോടും അരിശത്തോടും ഒക്കെയാണ് അവരുടെ കുടുംബാംഗങ്ങളോട് പെരുമാറുന്നത്. തീർച്ചയായും ഈ ഒരു കുടുംബത്തെ ഞങ്ങൾ മറ്റുള്ളവർക്കൊരു മാതൃകയായും പലരെയും ഇവിടെ കൊടുന്ന് ഇവരുടെ ശുശ്രൂഷയുടെ ഭാഗം മറ്റുള്ളവരെ കൊടുന്ന് കാണിക്കുവാൻ ഒരു പ്രചോദനമായിട്ട് ഉതകുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവരുമായി ബന്ധപ്പെട്ട് ഈ പരിസരത്തുള്ള എല്ലാവരും തന്നെ ഇതൊരു മാതൃകാ ദമ്പതികളാണെന്ന് പലപ്പോഴും പറയാറുണ്ട്. കൃപാസമ്പന്നനായ തമ്പുരാനെ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ ജീവിതത്തെ ഓർത്ത് നന്ദി പറയുന്നു. കടന്നു വരുന്ന യുവ തലമുറകൾക്ക് വിവാഹ ജീവിതത്തിന് അനുകരണീയമായ മാതൃകകൾ ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവമേ, എപ്പോഴും ഇഹലോകത്തിൽ ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യയെ അവിടുത്തെ വലിയ അനുഗ്രഹമായി കാണാൻ തക്ക വിധം അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈവാഹിക ബന്ധത്തിൽ മറ്റുള്ളവർക്ക് ദുർസാക്ഷ്യം നൽകുന്ന രീതികളുണ്ടെങ്കിൽ അതെല്ലാം ഉപേക്ഷിച്ച് അങ്ങ് ആഗ്രഹിക്കുന്ന വൈവാഹിക ബന്ധത്തിൻ്റെ തലത്തിലേക്ക് കടന്നു വരുവാൻ ഭാര്യ ഭർത്താക്കന്മാരെയും കുടുംബജീവിതം നയിക്കുന്ന സകലരെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. തിരുഹൃദയമേ തിരുഹൃദയമേ ഞങ്ങളുടെ വീടിനെ കാക്കണേ. തിരുഹൃദയത്തിൽ തവ ഹൃദയത്തിൽ ഒരു പുണ്യസൂനമായി ചേർക്കണേ. തിരുഹൃദയമേ തിരുഹൃദയമേ ഞങ്ങളുടെ വീടിനെ കാക്കണേ. തിരുഹൃദയത്തിൽ തവ ഹൃദയത്തിൽ ഒരു പുണ്യസൂനമായി ചേർക്കണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.